കൊള്ളയടിക്കും പിണറായി വിജയൻ റേഷൻ വിതരണം തകരാറാക്കി കട പൊട്ടുന്ന സ്ഥിതിയിലുമായി സപ്ലൈകോയും കാലിയാക്കി ഇന്നിതാ റേഷനില്ലാതാക്കി പാവപ്പെട്ട ജനതയുടെ കൈ മുടക്കി സർക്കാരെ മറ്റു മുടിച്ച് നടന്നാൽ മതിയോ അരി എവിടെ സർക്കാരെ നിങ്ങൾക്കെതിരെ കേരളനാടിൻ പ്രതിഷേധോ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. തുടരുന്ന സർക്കാർ അനാസ്ഥയ്ക്കെതിരെ ഇന്ന് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടക്കുകയാണ്. ഇന്നിവിടെ ഈ സമ്മേളിച്ച ഈ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് ഔപചാരികമായി സ്വാഗതം ആശംസിക്കാൻ മുളിയാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ സി ഗോപിനാഥൻ നായരെ ക്ഷണിക്കും. എല്ലാ സപ്ലൈ ഓഫീസുകൾക്ക് മുമ്പിലും താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുമ്പിലും പ്രതിഷേധ ധർണ നടത്തുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. ഇന്നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് റേഷൻ കടയിലൂടെയും സപ്ലൈകോ വഴിയും സബ്സിഡി ഇനത്തിൽ ഭക്ഷ്യധാന്യങ്ങളും അരിയും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ ഇപ്പോൾ 1.5 മാസക്കാലമായി അരിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളോ ഇപ്പോൾ വിതരണം ചെയ്യാറില്ല. കഴിഞ്ഞ ഓണക്കാലത്ത് പോലും 13 ഇനങ്ങളിൽ സാധാരണയായി സബ്സിഡി റേറ്റിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തിരുന്നു. അതൊക്കെ ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ എന്നും കോൺഗ്രസ് കൈപിടിച്ചുയർത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രതിഷേധ ധർണയിൽ കോൺഗ്രസ് അണിനിരക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഭക്ഷ്യമന്ത്രിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള പോരാട്ടമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട KPCCയുടെ സെക്രട്ടറി കെ നീലകണ്ഠൻ, അഡ്വക്കേറ്റ് ജമാൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ശ്രീ സ്വാഗതം ആശംസിച്ച ഗോപിനാഥൻ നായർ, ശ്രീ വി ഗോപകുമാർ, ശ്രീ ഭക്തവത്സലൻ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശാന്തകുമാരി ടീച്ചർ, പ്രവാസി കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ ജമീല അഹമ്മദ്, UDFന്റെ നിയോജക മണ്ഡലം കൺവീനർ ശ്രീ കെ ഖാലിദ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ശ്രീ ആർ ഗംഗാധരൻ, അതോടൊപ്പം ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അവശ്യ സാധനങ്ങളുടെ അപര്യാപ്തത മൂലം KPCCയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് 2ാം ഘട്ടം അവരുടെ കുടിശ്ശികയും വേതനവും ശമ്പള പരിഷ്കരണവും നടത്താത്തതിന്റെ പേരിൽ അവർ സമരത്തിലായിരുന്നു. അതിനുശേഷം റേഷൻ കട ഉടമകൾ അവർക്ക് സർക്കാർ അനുവദിച്ച ശമ്പള പരിഷ്കരണവും അല്ലെങ്കിൽ അവർക്ക് നൽകാമെന്ന് ഗവൺമെന്റ് ഉറപ്പ് നൽകിയ അവരുടെ ആനുകൂല്യങ്ങളും നൽകാത്തതിൽ അവർ സമരത്തിലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 2 മാസക്കാലമായി റേഷൻ കടകളിലൂടെ സാധാരണക്കാരന് ലഭിക്കേണ്ടതായ അവശ്യ സാധനങ്ങൾ കിട്ടാതെ പാവപ്പെട്ടവരുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ KPCCയുടെ ആരാധ്യനായ സെക്രട്ടറി ശ്രീ കെ നീലകണ്ഠൻ അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് റേഷനരി വിതരണം സ്തംഭനാവസ്ഥയിലായപ്പോൾ അതിന് പരിഹാരം കാണാതെ ആ റേഷൻ വിതരണം നടത്തുന്നവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. അതിന്റെ ഭാഗമായി 1ാം ഘട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ ഷോപ്പിന് മുൻപിൽ സമരം നമ്മൾ നടത്തുകയുണ്ടായി. ഇതിന് 2ാം ഘട്ടമാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ താലൂക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് സപ്ലൈകോന് മുമ്പിൽ ഈ സമരം നടത്തുന്നു. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ച പോലെ 85 ലക്ഷത്തോളം കാർഡുടമകൾ, അതിൽ 40 ലക്ഷത്തോളം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. ആ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് റേഷൻ കടകളിൽ പോയാൽ അവിടെ അരി കിട്ടുന്നില്ല, ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്നില്ല. ആ സമരത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തന ശൈലിയാണ്
മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും സ്വീകരിച്ചത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ നിലപാടുകൾ ശരിയല്ല. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം വന്നപ്പോൾ ആ പ്രതിഷേധത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ആ തൽക്കാലം അതിന് പരിഹാരം ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇന്ന് നമുക്കറിയാമല്ലോ, നിത്യോപയോഗ വിലക്കയറ്റം അതിരൂക്ഷമായ വിലക്കയറ്റമാണ്. ആ വിലക്കയറ്റത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടതിന് പകരം, ആ വിലക്കയറ്റം പിടിച്ചിരുത്തേണ്ടതിന് പകരം ആ വിലക്കയറ്റത്തെ കണ്ടിൽ നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഇന്ന് കേരള ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇത് പാർട്ടി സമ്മേളനം നടക്കുന്നു. ആ പാർട്ടി സമ്മേളനത്തിൽ ഗവൺമെന്റിനെതിരെയുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ തടയാൻ വേണ്ടി പാർട്ടി സമ്മേളനത്തിൽ മുഴുവൻ സമയവും മുഖ്യമന്ത്രി ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് പരിശോധിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകാത്ത അവസ്ഥയാണ്. ഇന്നലെ നിങ്ങൾക്കറിയാം, നമ്മുടെ നാടിനകത്ത് ഇന്നലെ ബേഡ്ക പഞ്ചായത്തിലെ കൊളത്തൂരിൽ ഒരു പുലി വന്നപ്പോൾ ആ പുലിയെ ഗുഹയിൽ അതിനെ തടഞ്ഞു നിർത്തി, നാട്ടുകാർ തടഞ്ഞു നിർത്തി വനം വകുപ്പ് അധികൃതരെ അറിയിച്ചു. പക്ഷേ വനം വകുപ്പ് അധികൃതർ അവർ വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്ക് ചുക്കും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവിടെ സംജാതമായി പുലി അങ്ങ് കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് അവസ്ഥ. ഒരു പുലിയെ പോലും വെടിവെച്ച് കൊല്ലുവാൻ പറ്റാത്ത ഒരു കഴിവുകെട്ട, ഒരു നെറികെട്ട ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള വസ്തുത ആലോചിച്ച് നോക്കണം. നെറികെട്ട ഭരണമാണ്. നമുക്കറിയാം, ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ധനകാര്യമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രിയോട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ, കർഷകരുടെ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളുടെ അവിടെ ഉന്നമനത്തിന് വേണ്ടി ബഡ്ജറ്റിൽ എന്തെങ്കിലും നീക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കണം. മൊത്തം രാജ്യത്തിന്റെ ജനസംഖ്യയിൽ 1% മാത്രം ആനുകൂല്യം നൽകിക്കൊണ്ട് അതിനകത്ത് 69% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പൂർണ്ണമായും അവരെ നിഷേധിച്ചുകൊണ്ട് അവർക്ക് ഒരു ആനുകൂല്യങ്ങൾ നൽകാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തന ശൈലി ശരിയാണോ നിങ്ങൾ ആലോചിച്ച് നോക്കും. പക്ഷേ നിങ്ങൾ നൽകുന്ന നമ്മുടെ കർഷകർ, ആ കർഷകർ കഴിഞ്ഞ UPA ഗവൺമെന്റ് കഴിഞ്ഞ കാലഘട്ടത്തിൽ 1 വർഷത്തിലധികം സമരം നടത്തി. പക്ഷേ ആ സമരത്തിൽ പരിഹാരം ഉണ്ടായില്ല. 2ാം ഘട്ട സമരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ 2ാം ഘട്ട സമരം നമുക്കറിയാമല്ലോ. അവർ പറയുന്നു, അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലസ്ഥിരത ഉണ്ടാകണം. ആ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലസ്ഥിരത കാണുന്നില്ല. കർഷകരെ കാണുന്നില്ല, കർഷകരെ തൊഴിലാളികളെ കാണുന്നില്ല. നമുക്കറിയാമല്ലോ, 2014 നോട്ട് നിരോധനം, ആ നോട്ട് നിരോധനം തൊട്ട് ഇങ്ങോട്ട്, ആ 2014 നോട്ട് നിരോധനം കഴിഞ്ഞ് 2018 GST നടപ്പിലാക്കി. 2019 നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരി ഇവിടെ വന്നു. ആ നോട്ട് നിരോധനവും GSTയും കോവിഡ് മഹാമാരിയും ഈ 3 വന്നപ്പോൾ സാധാരണക്കാരായ ജനങ്ങളൊക്കെ തകർന്നിരിക്കുകയാണ്. അവിടെ ചെറുകിട സംരംഭങ്ങൾ മൊത്തമായി തകർന്നു. യുവാക്കൾക്ക് തൊഴിലില്ലാതായി, അതിരൂക്ഷമായി. തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിൽ പോലും ഫണ്ട് വലയിച്ചിട്ടില്ല. ഇത്രയും മോശമായ ഒരു പ്രവർത്തന ശൈലിയുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കേന്ദ്ര ഗവൺമെന്റ് അതേ നയം തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ രണ്ടും ഒരേ നയത്തിൽ കൂടി പോകുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വളരെ പ്രതിഷേധത്തിലാണ്. കാരണം ജനങ്ങൾ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. വളർന്നു വരുന്ന ചെറുപ്പക്കാരൊക്കെ കേരളം വിട്ടുപോവുകയാണ്, രാജ്യം വിട്ടുപോവുകയാണ്. അവർ പുതിയ തൊഴിലന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ്. കാരണം നമുക്കിവിടെ തൊഴിൽ നൽകാൻ സാധിക്കുന്നില്ല, തൊഴിൽ നൽകേണ്ട സംവിധാനം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു, വലിയ പ്രതിസന്ധിയിൽ കൂടി രാജ്യത്തെ ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ടൊരു ഭരണകൂടം മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അതിനെതിരെയാണ് പ്രതിഷേധം. കാരണം നമുക്കറിയാം പ്രതികരിക്കേണ്ട അവസ്ഥ നമുക്കുണ്ട്. അതിന്റെ സൂചനയാണ് ഇന്ന് ഈ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഈ സമരം നടത്തുന്നത്. ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം നടത്തേണ്ടത് അത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കുറ്റപ്പെടുത്തിയ കാര്യമില്ല, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. അത് നൽകേണ്ട ഉത്തരവാദിത്തമുണ്ട്. ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ആ നൽകേണ്ട ഉത്തരവാദിത്തം ജനകീയ ഗവൺമെന്റ് ഉണ്ട്. അത് നടത്താൻ കഴിയും രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഏറ്റവും മാതൃകാപരമായി നല്ലത്. നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ല, കാരണം തുടർ ഭരണം കിട്ടിയതിനു ശേഷം അഹങ്കാരമാണ് നിങ്ങൾക്കുള്ളത്. ആ അഹങ്കാരം പറയാം. 1 വർഷം ഞങ്ങൾ കാത്തു നിൽക്കും. ആ 1 വർഷം കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് താഴെ ഇറക്കിക്കൊണ്ട് ഐക്യ ജനാധിപത്യം അധികാരത്തിൽ വരും. അതിനുള്ള സംവിധാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ തുടക്കമാണിപ്പോൾ. ആ തുടക്കത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും എല്ലാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ നടത്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അയച്ചു വാക്കുകൾ നിർത്തുന്നു. ജയ് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കൾ, 2ാം ഘട്ട സമര പരിപാടിയിൽ കടന്നിരിക്കുകയാണ് കോൺഗ്രസ്. നമുക്കറിയാം, സംസ്ഥാനത്തെ റേഷൻ കടകളിൽ വേണ്ടത്ര സാധനം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1ാം ഘട്ട സമരപരിപാടിയായി നമ്മൾ വില്ലേജ് ഓഫീസിൽ ഒരു ധർണാ സമരം സംഘടിപ്പിക്കുകയാണ്. അതിന് 2ാം ഘട്ടമായിട്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ നിന്ന് സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും സിവിൽ സപ്ലൈസ് ഓഫീസുകളിൽ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമരം ആരെയെങ്കിലും താഴെ ഇറക്കുന്നുള്ള സമരമല്ല. ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
ഇന്നത്തെ ഗവൺമെന്റ് അത് പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളി നിർത്തുന്ന ഒരു അവസ്ഥ സംജാതമായപ്പോഴാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇത്തരം ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങേണ്ടി വന്നത്. ഈ സമരത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്നു. KPCCയുടെ സെക്രട്ടറി ശ്രീ കെ നീലകണ്ഠൻ, ബഹുമാന്യരായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, ബ്ലോക്ക് പ്രസിഡന്റുമാരെ, ഇത് സർക്കാർ, ആ സർക്കാരിന്റെ ഹൂങ്കിനെതിരെ സംസ്ഥാന വ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് വന്യമൃഗ ശല്യവുമായി ജനങ്ങൾ ബുദ്ധിമുട്ടിൽ ആവുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പുലി വന്ന് ഒരു ചെറിയ ഗുഹയിൽ കുടുങ്ങുകയും ആ പുലിയെ പിടിക്കുവാനും ആ പുലിയെ കൊല്ലുവാനും സാധിക്കാതെ നട്ടം തിരിയുന്ന ഈ പോലീസ് സംവിധാനം, അതുപോലെ ഫയർഫോഴ്സ്, ഇതിരിക്കുവാൻ പോലും പറ്റാത്ത ഗവൺമെൻറ് നാളെ കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ആ ബഡ്ജറ്റ് ഏത് വിധത്തിലാണ് എന്ന് ജനങ്ങൾ ഉറ്റുനോക്കുക. ഇത്തരത്തിലുള്ള നെറികെട്ട ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ സമര പരിപാടിയുമായി ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഭാവങ്ങളും ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഭാഗമായ ഭക്ഷ്യവിതരണം പോലും കാര്യക്ഷമമായും ക്രമമായും നടത്താൻ സാധിക്കാത്ത ഒരു ഭരണകൂടമാണ് നമ്മുടെ സംസ്ഥാനത്ത്. തീർച്ചയായിട്ടും വളരെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഭക്ഷ്യക്ഷാമത്തിന്റെ അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. പൊതുവിതരണ ശൃംഖല, പ്രത്യേകിച്ച് ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ചൊരു രാജ്യത്തൊരു നിയമം, കർശനമായ നിയമം നിലവിലിരിക്കെ ഈ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധ മുഴുവനും അഴിമതി നടത്താനും കൊള്ളയടിക്കാനും പാർട്ടിക്കാർക്ക് സെൽഭരണം നടത്താൻ വേണ്ടി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയത്തിനെതിരെ, മതിയായ ഭക്ഷ്യവിതരണം നടത്താത്ത ഈ സർക്കാരിന്റെ നയത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന ഈ ധർണയ്ക്ക് എല്ലാവിധ. കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാജീവ് നമ്പ്യാർ, പരിപാടി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ KPCC സെക്രട്ടറി ശ്രീ കെ നീലകണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, വളരെ കാലിക പ്രാധാന്യമുള്ള ജീവസ്പർശമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കാസർഗോഡും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ സപ്ലൈ ഓഫീസുകൾക്ക് മുമ്പിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമര പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ അതിന് വീണ്ടും ഒരു അടി കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ റേഷൻ സമ്പ്രദായത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ജനുവരി 2 മുതൽ റേഷൻ വിതരണം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നിലവാരം പിടിച്ചുയർത്തുന്നതിന് വേണ്ടിയാണ് പൊതു വിതരണ ശൃംഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാവേലി സ്റ്റോറുകൾ ഈ നാട്ടിൽ തുടക്കം കുറിച്ചത്. അത് നല്ല രീതിയിൽ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ ഭരിക്കുമ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കഴിഞ്ഞതിന് അപ്പുറത്തെ ഓണസമയത്ത് അതിൽ കൊടുത്തു വന്നിരുന്ന 13 ഇനം സാധനങ്ങളും സബ്സിഡി സാധനങ്ങളും ലഭ്യമല്ലാത്ത അവസ്ഥ വന്നു. കഴിഞ്ഞ ഓണത്തിന് സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യം നിലനിന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണക്കാരായ ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടേണ്ട ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാതെ വിലക്കയറ്റം കൊണ്ട് നേരിടാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവരെ ദുരിതത്തിലാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും തകർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ നാടിൻ സമ്പത്ത്
കൊള്ളയടിക്കും പിണറായി വിജയൻ. റേഷൻ വിതരണം തകരാറാക്കി കടപൂട്ടുന്ന സ്ഥിതിയിലുമായി സപ്ലൈകോയും കാലിയാക്കി ഇന്നിതാ റേഷനുമില്ലാതാക്കി പാവപ്പെട്ട ജനതയുടെ അരിമുടക്കിയ സർക്കാരെ കട്ടുമുടിച്ച് നടന്നാൽ മതിയോ? അരി എവിടെ സർക്കാരെ? മറുപടി പറയൂ പിണറായിയെ. ജനവിരുദ്ധ ഭരണക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു കേരള നാടിൻ പ്രതിഷേധം. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. $550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ.
Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. Mariam body lotion ബോക്സും കാര്യങ്ങളൊക്കെ അറബിയിലെ കാര്യങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ സ്റ്റോപ്പ് ബോഡി ലോഷന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില